ജാർഖണ്ഡ് മുക്തി മോർച്ച പിളർപ്പിലേക്കെന്ന് സൂചന. മുൻ മുഖ്യമന്ത്രി ചെമ്പൈ സോറനും 6 MLA-മാരും ഡൽഹിയിലെത്തി. സോറൻ ശിവരാജ് സിംഗ് ചൗഹാനെ ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ട്. വിവരങ്ങൾ നൽകാൻ അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, ഈ BJP-യിലേക്കെന്നുള്ള ഒരു സൂചന മാത്രമാണോ ഇപ്പോൾ വരുന്നത്? ഇപ്പോൾ ഡൽഹിയിൽ സോറനും MLA-മാരും എത്തിയ സാഹചര്യത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ എക്സിലടക്കം അദ്ദേഹം പാർട്ടിയുടെ പേര് വെട്ടിമാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോറൻ ശിവരാജ് സിംഗ് ചൗഹാനെ ബന്ധപ്പെട്ടതായുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ശ്രുതി, ഹേമന്ത് സോറൻ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ചമ്പൈ സോറൻ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ തൊട്ടേ ഇത്തരത്തിൽ ഒരു പക്ഷേ ചമ്പൈ സോറൻ BJP-യിലേക്ക് പോകും എന്ന രീതിയിലുള്ള ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ എത്തിയതോടുകൂടി ആ ഊഹാപോഹങ്ങളെല്ലാം ഒന്നുകൂടി ബലപ്പെട്ടിരിക്കുകയാണ്. താൻ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഡൽഹിയിൽ എത്തിയത് എന്ന് ചമ്പൈ സോറൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു പക്ഷേ BJP-യിലേക്ക് അദ്ദേഹം പോകാനുള്ളൊരു സാധ്യത ഇനിയും നേതൃത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. ഡൽഹിയിലുള്ള തൻ്റെ മകളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിൽ എത്തിയത്. മാത്രമല്ല, അവിടെയുള്ള അപ്പോളോ ആശുപത്രിയിൽ വൈദ്യ പരിശോധനകൾക്കായി ചില പരിശോധനകളും അതുപോലെ തന്നെ ചികിത്സയ്ക്കും വേണ്ടി 3 ദിവസം അവിടെ തങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോളോ ആശുപത്രിയിലേക്ക് കൂടി ആയാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ചമ്പൈ സോറൻ അറിയിച്ചത്. എന്നാൽ അദ്ദേഹത്തിനൊപ്പം നിരവധി MLA-മാരും ഈ യാത്രയിൽ ഉണ്ട് എന്നതാണ് ഒരു പക്ഷേ BJP പാളയത്തിലേക്കുള്ള യാത്രയാകുമോ എന്ന ഒരു ചോദ്യത്തിന് കാരണമാകുന്നത്. ദശരഥ് ഗഗ്രായ്, അതുപോലെ തന്നെ ലോബിൻ ഹെബ്രാം, രാംദാസ് സോറൻ തുടങ്ങിയ MLA-മാരും ഇദ്ദേഹത്തിനൊപ്പം അവിടെയുണ്ട്. ഇതിൽ തന്നെ ലോബിൻ ഹെബ്രാം എന്ന് പറയുന്ന MLA കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട BJP-യുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയതിനെ തുടർന്ന് അതല്ലെങ്കിൽ BJP-യുമായി ബന്ധങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട MLA-യാണ് ലോബിൻ ഹെബ്രാം. ഈ ലോബിൻ ഹെബ്രാമുമായാണ് ചമ്പൈ സോറൻ ഇന്നലെ തൊട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഇന്നലെ രാവിലെ ലോബിൻ്റെ വസതിയിലെത്തിയ ചമ്പൈ സോറൻ ലോബിൻ ഹെബ്രാമുമായി മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തിയിരുന്നു. അതോടുകൂടിയാണ് ഒരു പക്ഷേ ഈ ചമ്പൈ സോറനെ BJP-യിൽ എത്തിക്കുക എന്ന ദൗത്യത്തോടു കൂടിയാണോ ലോബിൻ ഹെബ്രഹാം എത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നത്. ചമ്പൈ സോറനെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ലോബിൻ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള സംശയങ്ങളും ഇന്നലെ ഉയർന്നു വരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ JMM അല്ലെങ്കിൽ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ നിന്ന് ഇത്തരത്തിലൊരു വലിയൊരു കൊഴിഞ്ഞുപോക്ക് ചമ്പൈ സോറനും അതുപോലെ തന്നെ ഈ 6ഓളം MLA-മാരും അടക്കമുള്ളവരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യം ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സംശയങ്ങൾക്കെല്ലാം ചമ്പൈ സോറൻ ഞാൻ എവിടെയാണോ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിയിലാണോ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പിന്നെയും ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരത്തിൽ സംശയങ്ങൾ നീങ്ങാതിരിക്കുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലെല്ലാം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലെല്ലാം മുൻപ് അദ്ദേഹത്തിൻ്റെ ബയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളിൽ നൽകിയിരുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടിയുടെ പേര് പൂർണ്ണമായി തന്നെ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പ്രവർത്തകൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹിക മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പേര് കാണാനാകില്ല. ട്വിറ്ററിൽ നിന്നും അദ്ദേഹം ജാർഖണ്ഡ് മുക്തി മോർച്ചയെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി എന്ന് മാത്രമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നെല്ലാം തൻ്റെ പേരിനൊപ്പം JMM എന്നുള്ള ആ ഇനീഷ്യലുകളും അതുപോലെ തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന വാക്കും അദ്ദേഹം പൂർണ്ണമായും എടുത്തു കളഞ്ഞിട്ടുമുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അടുത്ത ഒരു കുതിര കച്ചവടത്തിലേക്കാണോ ജാർഖണ്ഡ് നീങ്ങുന്നത്? ഇത്തരത്തിൽ പാർട്ടി പിളരുമോ? ലോക്സഭ പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ പ്രഖ്യാപനത്തിനെല്ലാം കാത്തിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം എന്നതുകൂടി ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJP-യുടെ തന്ത്രമാകുമെന്ന സംശയം നിലനിൽക്കുന്നത്. ഈ കാര്യത്തിൽ BJP-യുടെ ഭാഗത്തു നിന്നും ചരടുവലികൾ നടക്കുന്നുണ്ട്. കാരണം ഈ ചമ്പൈ സോറനെ രാഷ്ട്രീയമായി കൊല ചെയ്യുകയാണ് ഹേമന്ത് സോറൻ ചെയ്തത്. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ചമ്പൈ സോറനെ മാറ്റി നിർത്തിയത് കൊണ്ട് തന്നെ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് തോൽവിയായിരിക്കും ഫലം എന്ന് അസം മുഖ്യമന്ത്രി പരസ്യമായി തന്നെ തുറന്നടിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ചരടുവലിയിലേക്കാണോ നീങ്ങുന്നത് എന്ന സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട്. ശ്രുതി, വ്യക്തമാണ്. എന്തായാലും വ്യക്തിപരമായ കാര്യങ്ങൾക്കാണോ ഡൽഹിയിൽ ചമ്പൈ സോറൻ എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും സോറനൊപ്പം 6 MLA-മാരും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നിർണായകമാണ്.